ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബ്രെഡും ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. കുട്ടികൾക്കായാലും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കുക. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല പോലെ ഒന്ന് മൂത്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ക്യാരറ്റ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ സവാളയും ക്യാരറ്റും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ എല്ലാം നല്ല പോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഓരോ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറച്ചും കൂടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം നല്ല പോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം ഉടച്ചിട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുള്ളത്. ഉപ്പൊന്നും ചേർക്കാതെ തന്നെ വേവിച്ചിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ഈ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം എല്ലാം കൂടെ നല്ല പോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇവിടെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കറിവേപ്പില കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ബ്രെഡാണ്. വൈറ്റ് ബ്രെഡ് ആയാലും ബ്രൗൺ ബ്രെഡ് ആയാലും കുഴപ്പമില്ല. നമ്മളിവിടെ ബ്രൗൺ ബ്രെഡ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഇതിൽ ഒരു ബ്രെഡ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ സ്പൂൺ കൊണ്ട് തന്നെ കുറച്ച് ടൊമാറ്റോ സോസാണ് തേച്ച് കൊടുക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ടൊമാറ്റോ സോസ് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോ മസാലയും കൂടെ നമുക്കിതിന് മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ കൂടുതൽ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് സ്പ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അധികം കട്ടകളില്ലാതെ തന്നെ വേണം നമ്മളിത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. അങ്ങനെയാണെങ്കിൽ ബ്രെഡിൽ ഇതേപോലെ സ്പ്രെഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇപ്പം നമ്മൾ ബ്രെഡിൻ്റെ ഈ സൈഡ് എല്ലാ ഭാഗത്തും നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബ്രെഡ് എടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചീസ് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചീസിൻ്റെ ആ ഷീറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ അതായാലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിവിടെ ചീസ് ഇതേപോലെ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസ് താല്പര്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചീസൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക. അപ്പോൾ ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചീസ് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് നമുക്ക് മറ്റേ ബ്രെഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കൊരു തവ എടുക്കാം. അപ്പോൾ ഇരുമ്പിൻ്റെ തവയൊക്കെ ആണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അതിലേക്ക് നമ്മളിവിടെ കുറച്ച് നെയ്യാണ് പുരട്ടണേ. അപ്പോൾ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആയാലും തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്നുമില്ലെങ്കിൽ സാധാരണ ഓയിലായാലും
കൊടുത്താൽ മതി, തേച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ ബ്രെഡ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടെ നെയ്യോ ബട്ടറോ നമുക്ക് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ അടിഭാഗം നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടിഭാഗവും നല്ല പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ നല്ല പോലെ ഒന്ന് മുരിച്ചെടുക്കാം. ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ വേണമെങ്കിലും ഇത് കഴിച്ചാൽ മതി കേട്ടോ. പക്ഷെ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങും ബ്രെഡും വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇതൊരു സാൻഡ്വിച്ച് പോലെ തന്നെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അങ്ങനെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം.